ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ LP UP സിലബസിൽ പറഞ്ഞിട്ടുള്ള ഭാഷാപരം എന്ന ഭാഗത്തുള്ള പദശുദ്ധി, അതുപോലെ പദങ്ങളെ സമാസിക്കലും വിഗ്രഹിക്കലും സന്ധി കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വീഡിയോകൾ ചെയ്തു കഴിഞ്ഞു. അതിൽ കഴിഞ്ഞ വീഡിയോ സമാസിക്കലും വിഗ്രഹിക്കലും എന്നാണ്. അതോടനുബന്ധിച്ചിട്ട് നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള പദങ്ങളുടെ വിഗ്രഹിക്കൽ, അതായത് പിരിച്ചെഴുതലാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഒന്ന് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക, അല്ലാത്തത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് ആദ്യത്തേത് 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാക്കുകളാണ്, അവയുടെ പിരിച്ചെഴുത്തുമാണ്. അപ്പോൾ വേഗം നോക്കാം. കളിത്തോപ്പ് എന്നത് പിരിച്ചെഴുതുമ്പോൾ കളി തോപ്പ്. അവിരളോന്മാദം എന്നത് പിരിച്ചെഴുതുമ്പോൾ അവിരള ഉന്മാദം. കാകളി തേൻമഴകൾ എന്നത് പിരിച്ചെഴുതുമ്പോൾ കാകളി തേൻമഴകൾ. പരശതം എന്നത് പരശതം. പച്ചത്തത്തമ്മ എന്നത് പച്ച തത്തമ്മ. വാക്കുകൾ നോക്കുക, പദങ്ങൾ നോക്കുക, അതിലെ ഇരട്ടിപ്പ് വരുന്നതും ഒറ്റപദമായി വരുന്നതും നോക്കുക കേട്ടോ. ഇപ്പോൾ പച്ച തത്തമ്മ എന്നതിൽ താ ഇരട്ടിച്ചിട്ടുണ്ട്, അത് പിരിച്ചെഴുതുമ്പോൾ പച്ച തത്തമ്മ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. തൊഴുകൈ പൂമൊട്ട്. അപ്പോൾ ഞാൻ അധികം അല്ലെങ്കിൽ പ്ലസ് എന്നൊന്നും പറയില്ല, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ തൊഴുകൈ പൂമൊട്ട് എന്ന് എഴുതുമ്പോൾ തൊഴുകൈ പൂമൊട്ട്. അതിനുള്ളിൽ 1000 എന്നത് പിരിച്ചെഴുതുമ്പോൾ അതിനുള്ളിൽ 1000. അഭിനവം ആശാൻ്റെ എന്നതിനെ പിരിച്ചെഴുതുമ്പോൾ അഭിനവം ആശാൻ്റെ. മായ്ക്കുവാനായിടാതെ എന്നതിനെ പിരിച്ചെഴുതുമ്പോൾ മായ്ക്കുവാൻ ആയിടാതെ. കെട്ടിപ്പിടിച്ചിരിക്കുന്നു. മുറ്റത്തിരിക്കുകയാണ് എന്നത് എഴുതുമ്പോൾ മുറ്റത്ത് ഇരിക്കുകയാണ്. കാത്തു നിൽക്കുകയായിരുന്നു എന്നതിനെ എങ്ങനെ എഴുതാം? കാത്ത് നിൽക്കുക ആയിരുന്നു. 3 ആക്കി തിരിച്ചിട്ടുണ്ട്. കാത്ത് നിൽക്കുക ആയിരുന്നു എന്നത് കൂടിച്ചേരുമ്പോഴാണ് കാത്തു നിൽക്കുകയായിരുന്നു എന്നായി മാറുന്നത്. കഷ്ണങ്ങളാക്കി എന്നത് കഷണങ്ങൾ ആക്കി. അവനെങ്ങനെ എന്നതിനെ അവൻ എങ്ങനെ. മുണ്ടുടുത്തിട്ടുണ്ട് എന്നത് എഴുതുമ്പോൾ മുണ്ട് ഉടുത്തിട്ടുണ്ട്. തോർത്തുരിഞ്ഞ് എന്നത് തോർത്ത് ഉരിഞ്ഞ്. തോന്നി തുടങ്ങിയിട്ടില്ല എന്നത് തോന്നി തുടങ്ങിയിട്ടില്ല. വ്യസനമായി എന്നത് വ്യസനം ആയി. അങ്ങനെ അങ്ങ്. വണ്ടി ഓടിക്കുക. താമരക്കുളം എന്നത് താമര കുളം. എന്തെങ്കിലും എന്നത് എന്ത് എങ്കിലും. അത്യധികം എന്നത് അധികം. അഷ്ടൈശ്വര്യം എന്നത് അഷ്ട ഐശ്വര്യം. പറഞ്ഞറിയിക്കാൻ എന്നതിനെങ്ങനെ എഴുതാം? പറഞ്ഞ് അറിയിക്കാൻ. വെട്ടിക്കളയുക എന്നത് വെട്ടിക്കളയുക. അവൻ ഇവിടെ എന്നത് അവൻ ഇവിടെ. ആഗ്രഹമുണ്ടായിരുന്നു എന്നതെങ്ങനെ എഴുതാം? ആഗ്രഹം ഉണ്ടായിരുന്നു. നടപ്പാതയുടെ എന്നത് നടപ്പാത ഉടെ എന്നതിനെ നടപ്പാതയുടെ. വാത്സല്യമായിരുന്നു എന്നതിനെ എങ്ങനെ എഴുതാം? വാത്സല്യം ആയിരുന്നു. വാത്സല്യമാണ് ഉണ്ടായിരുന്നത്. പുറപ്പെടാൻ ആരംഭിക്കുക. ചിതറിക്കിടക്കുക. ആദിശിലാകാശങ്ങളിൽ എന്നത് എഴുതുമ്പോൾ ആദിയിൽ ആകാശങ്ങളിൽ എന്നെഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ആദിയിൽ ആകാശങ്ങളിൽ. അനശ്വരയായി എന്നത് എഴുതുമ്പോൾ അനശ്വര ആയി. ഭൂമിയെയൊന്നും എന്നെഴുതുമ്പോൾ ഭൂമിയെ ഒന്നു. ശിരസിൽ ഇരുന്ന് ഒരു എന്നതിനെ ശിരസിലിരുന്നൊരു എന്ന് കൂട്ടി എഴുതാം. പീലിത്തിരുമുടി പിരിച്ചെഴുതുമ്പോൾ പീലി തിരുമുടി. വളർത്തിയൊരു എന്ന് പിരിച്ചെഴുതുമ്പോൾ വളർത്തി ഒരു. 1000 ഉജ്ജ്വല ശില്പം എന്നത് പിരിച്ചെഴുതുമ്പോൾ 1000 ഉജ്ജ്വല ശില്പം. അഷ്ടൈശ്വര്യം പിരിച്ചെഴുതുമ്പോൾ അഷ്ട ഐശ്വര്യം. വിദ്യാലയം എന്നത് തിരിച്ചെഴുതുമ്പോൾ ആലയം. മുൾച്ചെടി തലപ്പത്ത് പിരിച്ചെഴുതുമ്പോൾ മുൾച്ചെടി തലപ്പത്ത്. കല്ലത്താണി എന്ന് പിരിച്ചെഴുതുമ്പോൾ കല്ല് അത്താണി എന്നാണ്. ഇനിയോ മധുരമീ ജീവിതം എന്നതെങ്ങനെ എഴുതാം? മധുരം ഈ ജീവിതം എന്ന് പിരിച്ചെഴുതുമ്പോൾ മധുരം ഈ ജീവിതം. ചന്ദനപ്പൊട്ട് എന്നത് പിരിച്ചെഴുതുമ്പോൾ ചന്ദന പൊട്ട്. മിഴിയൂന്നി എന്നത് പിരിച്ചെഴുതുമ്പോൾ മിഴി ഊന്നി. അദ്ദേഹം ഉദ്ഘോഷിച്ചു എന്നതിനെങ്ങനെ എഴുതാം? അദ്ദേഹം
ഉദ്ഘോഷിച്ചു. ഞങ്ങളെ പുതപ്പിച്ചു. ഞങ്ങളെ പുതപ്പിച്ചു. ചൊല്ലുവാൻ ആരെങ്കിലും എന്നതിനെ പിരിച്ചെഴുതുമ്പോൾ ചൊല്ലുവിൻ ആരെങ്കിലും. ചൊല്ലുവിൻ ആരെങ്കിലും എന്നതിനെ പിരിച്ചെഴുതുമ്പോൾ ചൊല്ലുവിൻ ആരെങ്കിലും. ആഭരണങ്ങൾ അണിഞ്ഞ് എന്നതെങ്ങനെ പിരിച്ചെഴുതാം? ആഭരണങ്ങൾ അണിഞ്ഞ്. പെട്ടിയിൽ ഉണ്ടായിരുന്നത് എന്നതിനെ പിരിച്ചെഴുതുമ്പോൾ പെട്ടിയിൽ ഉണ്ടായിരുന്നത്. ആൽത്തറ ആൽത്തറ. കയ്യിലില്ലാത്തവർ എങ്ങനെ എഴുതാം? കയ്യിൽ ഇല്ലാത്തവർ. ഞാൻ അങ്ങനെ എന്നതെങ്ങനെ എഴുതും? ഞാൻ അങ്ങനെ. പതുക്കെ 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 പതുക്കെ. ആഘോഷം ഒന്നും ആഘോഷം ഒന്നും. മനസ്സാകെ മനസ്സ് ആകെ. പൊട്ടിച്ചിരിച്ചു പൊട്ടിച്ചിരിച്ചു. ചിരിയായിരുന്നു ചിരി ആയിരുന്നു. ആറിലധികം ആറിൽ അധികം. പ്രത്യേകതയുണ്ട് പ്രത്യേകത ഉണ്ട്. അങ്ങനെയുള്ള എന്നത് അങ്ങനെ ഉള്ള. അടുത്തിരിക്കുന്ന അടുത്ത് ഇരിക്കുന്ന. പിന്നെ എങ്ങനെ പിന്നെ എങ്ങനെ. ശിരസ്സുയർത്തി ശിരസ് ഉയർത്തി. ജാതി ഏതെന്ന് എങ്ങനെ എഴുതും? ജാതി ഏതെന്ന്. അർത്ഥം എന്താണെന്ന് അർത്ഥം എന്താണെന്ന്. അകലെയുള്ളവർ അകലെ ഉള്ളവർ. സേവനമനുഷ്ഠിക്കാൻ സേവനം അനുഷ്ഠിക്കാൻ. പഴക്കമുള്ള പഴക്കം ഉള്ള. അഴുക്കടിഞ്ഞ അഴുക്ക് അടിഞ്ഞ. തുന്നി പിടിപ്പിച്ച് തുന്നി പിടിപ്പിച്ച്. പൊട്ടിത്തകർന്നു പൊട്ടി തകർന്നു. ഒഴുകി പരന്ന ഒഴുകി പരന്ന. മയിൽപീലി കണ്ണ് മയിൽപീലി കണ്ണ്. നിന്നുറങ്ങും നിന്ന് ഉറങ്ങും. കൊമ്പൻ അമ്മാവൻ കൊമ്പൻ അമ്മാവൻ. ഉപകരിച്ചിട്ടായാൽ ഉപകരിച്ചിട്ട് ആയാൽ. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം ആണെങ്കിൽ. ഇത്രയധികം ഇത്ര അധികം. പട്ടിലകൾ പട്ട് ഇലകൾ. മന്ദമണഞ്ഞു മന്ദം അണഞ്ഞു. പവിഴച്ചുണ്ട് പവിഴ ചുണ്ട്. ദേവത എന്നോണം ദേവത എന്നോണം. പൂച്ചെടികൾ പൂച്ചെടികൾ. ചുംബിച്ചൂട്ടി ചുംബിച്ച് ഊട്ടി. അറിയണമെങ്കിൽ അറിയണം എങ്കിൽ. വളരെയധികം വളരെ അധികം. രസകരമായിരിക്കും രസകരം ആയിരിക്കും. പാറക്കഷണം പാറ കഷണം. കടൽക്കര കടൽക്കര. മാത്രമാകുന്നു മാത്രം ആകുന്നു. നിനക്കുണ്ടെങ്കിൽ നിനക്ക് ഉണ്ടെങ്കിൽ. നീലക്കുന്ന് നീലക്കുന്ന്. അങ്ങനെയിരിക്കെ അങ്ങനെ ഇരിക്കെ. കലമ്പി ഉണരുന്ന കലമ്പി ഉണരുന്ന. ഞെട്ടിത്തിരിഞ്ഞ് ഞെട്ടി തിരിഞ്ഞ്. മഞ്ഞത്തലമുടി മഞ്ഞ തലമുടി. വെള്ളമെടുത്ത് വെള്ളം എടുത്ത്. അറിഞ്ഞതേയില്ല അറിഞ്ഞതേ ഇല്ല. കുലുങ്ങിച്ചിരിച്ചു കുലുങ്ങി ചിരിച്ചു. ശക്തിയുണ്ടെന്ന് ശക്തി ഉണ്ടെന്ന്. മണ്ണിടുക മണ്ണ് ഇടുക. ഞാറുറച്ചാൽ ഞാറ് ഉറച്ചാൽ. ഒത്തിണങ്ങിയ ഒത്ത് ഇണങ്ങിയ. കുറവനെ പോലെ കുറവനെ പോലെ. സ്വാദറിഞ്ഞു സ്വാദ് അറിഞ്ഞു. വിപരീതമായി വിപരീതം ആയി. ഇങ്ങനെയൊരു ഇങ്ങനെ ഒരു. കുട്ടിക്കൂട്ടം കുട്ടിക്കൂട്ടം. വഴങ്ങി കിട്ടുക വഴങ്ങി കിട്ടുക. പ്രകാശമുള്ളതായി പ്രകാശം ഉള്ളതായി. ചെറുമികൾ 60 ചെറുമികൾ 60. വിസ്മയമായിരുന്നു വിസ്മയം ആയിരുന്നു. മാമ്പഴക്കാലം മാമ്പഴക്കാലം. നമ്മളത് എഴുതുമ്പോൾ മാമ്പഴം കാലം എന്ന് എഴുതിയാൽ മാമ്പഴക്കാലം എന്ന് നമ്മൾ കൂട്ടിച്ചേർക്കാൻ പറ്റും. അപ്പോൾ അത് അവിടെ ശ്രദ്ധിക്കുക. മാമ്പഴ എന്നുള്ളൂ ഴം എന്നില്ല. മാമ്പഴ കാലം എന്നുള്ളൂ. മാമ്പഴക്കാലം. അറിയാതെ അവർ ഓപ്ഷൻസിൽ മാമ്പഴം അധികം കാലം എന്ന് തന്നാൽ നമ്മൾ അറിയാതെ അത് എഴുതി പോകും. അപ്പോൾ ശ്രദ്ധിക്കുക, അവിടെ എന്ന ചിഹ്നമില്ല കേട്ടോ. മാമ്പഴ കാലം. ഈ ആണ്ട് ഈ ആണ്ട്. ഒളിഞ്ഞിരിക്കുന്ന ഒളിഞ്ഞ് ഇരിക്കുന്ന. പതുങ്ങി പതുങ്ങി
പതുങ്ങി പതുങ്ങി. ആ പാ ഇരട്ടിച്ചിട്ടുണ്ടാകുന്ന ശ്രദ്ധിക്കുക. കിട്ടുകയുള്ളൂ, കിട്ടുക ഉള്ളൂ. മരുന്നെടുത്ത്, മരുന്ന് എടുത്ത്. ഭാഗമൊക്കെ, ഭാഗം ഒക്കെ. വിഷുക്കാലം, വിഷുക്കാലം. അതാരോടും, അത് ആരോടും. വിഷു കൈനീട്ടം, വിഷു കൈനീട്ടം. അക്കാലം, ആ കാലം. ഇതിനെയാണ് നമ്മൾ അക്കാലം എന്ന് പറയുന്നത്. കറിക്ക് ആവശ്യമായ, കറിക്ക് ആവശ്യമായ. മുറിവുണങ്ങാൻ, മുറിവ് ഉണങ്ങാൻ. പച്ചില കുമ്പിളിൽ, പച്ചില കുമ്പിളിൽ. മുകിലൊളിഞ്ഞു നിന്നു. എങ്ങനെയാണ്? മുകിലൊളിഞ്ഞു നിന്നു എന്നത് എഴുതുമ്പോൾ മുകിൽ ഒളിഞ്ഞു നിന്നു. അന്നത്തെ ഓണം, അന്നത്തെ ഓണം. പഴങ്കഥ പാട്ട്, പഴങ്കഥ പാട്ട്. ആ പാട്ടിൻ്റെ അവിടെ ഇരട്ടിച്ചിട്ടുണ്ട്. നടകളിൽ ആണ്ടുതോറും, നടകളിൽ ആണ്ടുതോറും, നടകളിൽ ആണ്ടുതോറും. കെടാവിളക്ക് എങ്ങുപോയി, കെടാവിളക്ക് എങ്ങുപോയി. തൈ തെന്നൽ, തൈ തെന്നൽ എന്നത് തൈത്തെന്നൽ. അപ്പോൾ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു പാഠത്തിൽ, ആ പാഠം മൊത്തം നോക്കുമ്പോൾ, ആ ഒരു ടെക്സ്റ്റ് ബുക്ക് മൊത്തം നോക്കുമ്പോൾ ഇത്രയും വാക്യങ്ങളാണ് മുഴുവൻ പാഠത്തിൽ നിന്നുമുള്ളത്. ഇനി നമുക്ക് 6 നോക്കാം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നുള്ള പിരിച്ചെഴുത്താണ്. കയ്യിൽ ചെറിയ. എങ്ങനെ എഴുതും? കയ്യിൽ ചെറിയ. പാൽപാത്രം, പാൽപാത്രം. വ്രാതമണിഞ്ഞ, വ്രാതം അണിഞ്ഞ. ഹർഷവും ഉൾക്കൊള്ളും, ഹർഷവും ഉൾക്കൊള്ളും. താമരത്താര്, താമര താര്. കടഞ്ഞെടുത്തിടിന, കടഞ്ഞ് എടുത്തിടിന. എമ്മട്ടെന്നോതുവാൻ, എമ്മട്ട് എന്ന് ഓതുവാൻ. 3 ആക്കി തിരിച്ചിട്ടുണ്ട്. എമ്മട്ടെന്നോതുവാൻ എന്നത് എമ്മട്ട് എന്ന് ഓതുവാൻ. തോന്നുമല്ലോ, തോന്നും അല്ലോ. കഴിവില്ല, കഴിവ് ഇല്ല. ഓടുകയായിരുന്നു, ഓടുക ആയിരുന്നു. വാങ്ങിക്കൊടുക്കുക, വാങ്ങി കൊടുക്കുക. അന്നാദ്യമായി, അന്ന് ആദ്യമായി. പിന്നെയൊന്നും, പിന്നെ ഒന്നും. അതിനുത്തരം, അതിന് ഉത്തരം. വിസ്മയമൊട്ടല്ല, വിസ്മയം ഒട്ടല്ല. തീക്കനൽ എന്ന പോലെ, തീക്കനൽ എന്ന പോലെ. നിരക്കെ പുറപ്പെട്ടു, നിരക്കെ പുറപ്പെട്ടു. പിട്ടല്ലിതൊന്നും, പിട്ടല്ല ഇതൊന്നും. പച്ചക്കല്ലൊത്ത, പച്ചക്കല്ല് ഒത്ത. നല്ലൊരു, നല്ല ഒരു. ഉച്ചത്തിലുള്ള, ഉച്ചത്തിൽ ഉള്ള. സാദരമേവം, സാദരം ഏവം. കയ്യിലെടുത്തു, കയ്യിൽ എടുത്തു. ജപിച്ചെറിഞ്ഞ്, ജപിച്ചങ്ങെറിഞ്ഞ്. എങ്ങനെ എഴുതും? ജപിച്ച് അങ്ങ് എറിഞ്ഞ്. കുത്തിക്കവർന്ന, കുത്തി കവർന്ന. നിലത്തൊഴുകും, നിലത്ത് ഒഴുകും. കുഞ്ഞിച്ചുണ്ടാൽ, കുഞ്ഞി ചുണ്ടാൽ. ചെറ്റകന്ന്, ചെറ്റ് അകന്ന്. താളമായൊളിപ്പൂൺമായി, താളമായി ഒളി പൂൺപായ്. അഴുക്കിന്നിറ്റുകൾ എന്നത് അഴുക്കിൻ ഇറ്റുകൾ, അഴുക്കായൻ്റെ ഇറ്റുകൾ, അഴുക്കിൻ ഇറ്റുകൾ. കറ്റനാമാഴി. എങ്ങനെ എഴുതാം? കറ്റനാം ആഴി. പിരണ്ടോടി, പിരണ്ട് ഓടി. താമരത്തണ്ട്, താമര തണ്ട്. സിനിമയെന്നാൽ, സിനിമ എന്നാൽ. നാടകമെഴുതാൻ, നാടകം എഴുതാൻ. സംഗീതമടക്കം, സംഗീതം അടക്കം. സന്നദ്ധനായിരുന്നു, സന്നദ്ധൻ ആയിരുന്നു. കൂട്ടുകാരായി, കൂട്ടുകാർ ആയി. പാട്ടുണർത്തുന്ന, പാട്ട് ഉണർത്തുന്ന. അത്ഭുതോദാരം, അത്ഭുത ഉദാരം. എന്നെന്നും അന്തിയിൽ, എന്നെന്നും അന്തിയിൽ. ആനദാസ്യയായി, ആനദാസ്യയായി പറഞ്ഞാൽ ആനദ ആസ്യയായി എന്നെഴുതുക. ആനദ ആസ്യയായി. ഞാനൊന്നുമേയമാം. കവിതകളിലെ വാക്കുകളാണ് ഇതൊക്കെ. ഞാനൊന്നുമേയമാം, ഞാൻ ഒന്നും അമേയമാം. കാൺമതില്ല, കാൺമത് ഇല്ല. പച്ച കണ്ണാടി, പച്ച കണ്ണാടി. പണ്ടങ്ങളണിഞ്ഞ്, പണ്ടങ്ങൾ അണിഞ്ഞ്. പന്തലിട്ട പോലെ, പന്തൽ ഇട്ട പോലെ. അവൾ ആഗ്രഹിച്ച, അവൾ ആഗ്രഹിച്ച. വേഗമുറങ്ങൂ, വേഗം ഉറങ്ങൂ. കടലുമടങ്ങി, കടലും അടങ്ങി. നീലക്കായലിൻ, നീലക്കായലിൻ. പൂക്കളമാകും, പൂക്കളം ആകും. സ്വസ്ഥത എന്തെന്ന്, സ്വസ്ഥത എന്തെന്ന്. മൂഷികപ്പട, മൂഷികപ്പട. മൃദുലമായ, മൃദുലം ആയ.
നീന്തി തുടിക്കുക നീന്തി തുടിക്കുക. പലഹാരങ്ങൾ ഒക്കെയും. പതുങ്ങിയിരിക്കുക പതുങ്ങി ഇരിക്കുക. പിന്തിരിപ്പിക്കാൻ ആയില്ല. തേങ്ങി കരഞ്ഞു. ഞെട്ടിത്തിരിയുക. ശലഭത്തെ തേടി. നിങ്ങൾ ഇവിടെ. പാഞ്ഞ് ഓടാൻ. മുത്തശ്ശിക്കറിയാമോ എന്നത് മുത്തശ്ശിക്ക് അറിയാമോ. നിങ്ങൾക്ക് ആയിരിക്കും. പൂർത്തി ആകും. എന്നെ ആണല്ലോ. മാളത്തിൽ തന്നെ. കർശനം ആയി. പുഞ്ചകണ്ഠം. പൊലി അളന്നേ. വിത്ത് എറിഞ്ഞ്. വളം ഇറങ്ങി. പൊലരിക്കണ്ടം. കരയ്ക്ക് അടുത്തേ. ചന്തം ഉള്ള. തിരുവോണം. ദൂരെ ഒക്കെ. ഓണം ഉണ്ണുക. കൈ അകലം. ഞങ്ങളെ കൈവിട്ടു. പുല്ലുകൾ എങ്ങുമേ. നിങ്ങളാൽ ഏന്തുന്നു. കാണുവാൻ എങ്ങുണ്ട്. വന്ന് ഇങ്ങനെ. നിങ്ങൾ എല്ലാം. രാവ് എല്ലാം. അലങ്കരിച്ച് ഇരുത്തുക. തിരക്കി. എത്തിയപ്പോൾ അപ്പോൾ. അർത്ഥം ഇല്ലാത്തത്. ആവശ്യം ഉള്ളതല്ല. തെല്ലുമിങ്ങമ്പരപ്പ്. മൂന്നാക്കി തിരിച്ചിട്ടുണ്ട്. തെല്ലുമിങ്ങമ്പരപ്പ്. പൂഞ്ചേലത്തുമ്പ്. കാറ്റ് അടിഞ്ഞ് ഏറുന്ന. നീർക്കുത്തിൽ ഓടിയും. അർത്ഥമില്ല ആ മൊഴിയിൽ എന്നർത്ഥം. എങ്ങനെയാണ് അർത്ഥമില്ലമൊഴിയിൽ എന്ന വാക്കിനെ വേർപിരിക്കുമ്പോൾ? അർത്ഥമില്ല ആ മൊഴിയിൽ. അലർച്ചാർത്ത്. ദർശിക്കുക ഉണ്ടായിട്ടില്ല. മുമ്പ് ഒരിക്കലും. പാൽക്കുടം. കുത്തിത്തിരുപ്പ്. സൂര്യാസ്തമയം. ശക്തിയേറിയ. ഗംഭീരം ആയൊരു. നീർക്കണങ്ങൾ. അതിനെതിരെ. സൗമ്യം ആയ. ലോലം ആയ. പൊങ്ങിക്കിടക്കുക. സമാഗമം അറിയിച്ചുകൊണ്ട്. ആവരണം ആയി. വാരിയെടുത്ത. കടൽ തീരം. താമരക്കുളം. മുത്തുകൾ ഏന്തി. വെയിൽ അലിയുമ്പോൾ. നീരദത്തുണ്ട്. നടയിൽ അനേകം. വിടർന്ന് ആടി. കൈവിരൽ തുമ്പ്. തെല്ലിരിക്കുവാൻ. ജീവിതം ഏതോ. എനിക്ക് ഒരു. രഹസ്യം ആയിരുന്നു. വക്കത്ത് എത്താൻ. കുപ്പായം ഇടാത്ത. വിളിച്ച് അറിയിക്കുക. അങ്ങ് എവിടെയോ. സംഗീതം ആലപിക്കുന്ന. ഉന്തിത്തള്ളുക. വെള്ളപ്പരപ്പ്. മരത്തടികൾ. പ്രചോദനം അരുളിയത്. വാരിക്കൂട്ടി.
കൂട്ടി. ഓടിപ്പോവുക ഓടി പോവുക. ഭയന്നുവെങ്കിലും ഭയന്നു എങ്കിലും. വിളിച്ചിരുത്തി വിളിച്ച് ഇരുത്തി. ചുഴലിക്കാറ്റ് ചുഴലിക്കാറ്റ്. പൊട്ടിക്കരഞ്ഞു പൊട്ടി കരഞ്ഞു. കരാർ അനുസരിച്ച് കരാർ അനുസരിച്ച്. ആചാരമായി ആചാരം ആയി. വളകളില്ലൊന്നും വളകൾ ഇല്ലെന്നും. കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച്. അപ്പോൾ നമുക്ക് 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും മലയാളം ടെക്സ്റ്റ് ബുക്ക് എടുത്തപ്പോൾ തന്നെ ഒരുപാട് വാക്കുകളായി. അപ്പോൾ ഇനി 7, 8, 9, 10 അല്ലേ, 4 ക്ലാസ്സും കൂടി ഉണ്ട്. ഈ വീഡിയോ ലോങ് ആയി പോകും, നിങ്ങൾക്ക് ബോറടിക്കും ചെയ്യും. ഒരേ ഇങ്ങനെ വാക്കുകൾ ആവർത്തിച്ച് പഠിക്കുമ്പോഴേ അത് ബോറടിക്കും ചെയ്യും. അപ്പോൾ അടുത്തത് കുറച്ച് പാഠങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം. എന്തായാലും ഇത്രയും വാക്യങ്ങൾ ഒന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ചില വാക്കുകൾ പിരിച്ചെഴുതുമ്പോൾ ഇരട്ടിപ്പില്ല, നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഇരട്ടിപ്പ് വരുന്നത്, അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ആകെ വിരലിലെണ്ണാവുന്ന വാക്കുകൾ മാത്രമാണ് 3 ആക്കിയിട്ട് വേർപിരിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ.